അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ പാർട്ട് 5 സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ പറ്റിയിട്ടാണ്. ആരൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലേക്ക് വരുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, പണം തന്നെയാണ് അല്ലെ. ദ എയിം ഓഫ് എവരി വൺ ഈസ് സെയിം അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരുന്ന എല്ലാവരുടെയും ലക്ഷ്യം പണം തന്നെയാണ്. പക്ഷേ പല തരത്തിലുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട് അല്ലെ. ദ സ്റ്റോക്ക് മാർക്കറ്റ് അട്രാക്ട്സ് ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേഷൻസ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട് അല്ലെ. ഇൻഡിവിജ്വൽസിനെയും അതുപോലെ തന്നെ കോർപ്പറേഷൻസ് അല്ലെ. കോർപ്പറേഷൻസ് മീൻസ് വലിയ വലിയ കമ്പനീസ് അല്ലെ. വലിയ വലിയ കമ്പനീസ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ പിരിച്ചെടുക്കുന്ന കമ്പനീസ് ഉണ്ട് അല്ലെ. വലിയ വലിയ കമ്പനീസ് ഫ്രം ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് അല്ലെ. ബാങ്കിങ് സെക്ടർ ഉണ്ട്, അതുപോലെ തന്നെ LIC ലൈഫ് ഇൻഷുറൻസ് കമ്പനീസ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ ഡൈവേഴ്സ് ബാക്ക്ഗ്രൗണ്ടുകളുള്ള അല്ലെങ്കിൽ പലതരം ബാക്ക്ഗ്രൗണ്ടുള്ള കമ്പനീസും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിവൺ ഹു ട്രാൻസാക്ട് ഇൻ ദ സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് കാൾഡ് ദ മാർക്കറ്റ് പാർട്ടിസിപ്പന്റ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. സ്റ്റോക്ക് മാർക്കറ്റിൽ പങ്കെടുക്കുന്ന ഏതൊരു വ്യക്തിയും മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് എന്ന് പറയാം. ദ മാർക്കറ്റ് പാർട്ടിസിപ്പന്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു വേരിയസ് കാറ്റഗറീസ് അല്ലെ. അപ്പോൾ ഓരോ കാറ്റഗറീസ് ഉണ്ടല്ലേ, പല തരത്തിലുള്ള ആൾക്കാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അവരെ എല്ലാം പല പല കാറ്റഗറീസിലാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്ക് നമ്മുടെ സെഷനിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് വരുന്നത് ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് ആണ്. സിമ്പിൾ ആണ്. ദിസ് ആർ പീപ്പിൾ ലൈക്ക് യു ആൻഡ് മീ ട്രാൻസാക്ടിങ് ഇൻ ദ മാർക്കറ്റ്സ് അല്ലെ. അപ്പം നമ്മളെ പോലുള്ള ഇൻഡിവിജ്വൽസ് ആണ്, ഇന്ത്യയുടെ അകത്ത് താമസിക്കുന്ന ഇൻഡിവിജ്വൽസിനെയാണ് ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുക. ക്യാപിറ്റൽ ലിമിറ്റഡ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രേ ഉള്ളൂ. ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അകത്തുള്ള, നമ്മുടെ ഡൊമസ്റ്റിക് രാജ്യത്തിനകത്തുള്ള ഇൻഡിവിജ്വൽ ആൾക്കാർ, എന്നെയും അതുപോലെ തന്നെ നിന്നെയൊക്കെ പോലെ നമ്മളെ പോലുള്ള ആൾക്കാരെയാണ് ഡൊമസ്റ്റിക് റീറ്റെയിൽ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത്. അപ്പൊ നെക്സ്റ്റ് വരുന്നത് NRIs ആണ്. NRIs എന്ന് പറഞ്ഞാൽ ദേ ആർ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ബട്ട് ബേസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ അല്ലെ. ദേ ആർ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ബട്ട് ബേസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. മീൻസ് NRI മീൻസ് നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നാണ് കേട്ടോ. നോൺ റെസിഡന്റ് ഇന്ത്യൻ. അപ്പോൾ ഇന്ത്യക്കാരനാണ് പക്ഷെ ഇന്ത്യയിൽ താമസക്കാരനല്ലാത്തൊരു വ്യക്തി എന്നാണ് അർത്ഥം കേട്ടോ. ഇന്ത്യക്കാരനാണ് പക്ഷെ ഇന്ത്യയിൽ താമസക്കാരനല്ലാത്ത വ്യക്തിയാണ് NRIs അല്ലെങ്കിൽ നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്ന് പറയുന്നത്. ദേ ആർ പീപ്പിൾ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ബട്ട് ബേസ്ഡ് ഔട്ട്സൈഡ് ഇന്ത്യ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് OCI ആണ്. OCI മീൻസ് ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ അല്ലെ. ഓവർസീസ് മീൻസ് എന്താണ്? അപ്പോൾ ഇന്ത്യയുടെ പൗരനല്ല, ഇന്ത്യൻ പൗരത്വം ഇല്ല, ഇന്ത്യൻ പൗരനായിരുന്നു അല്ലെ. OCI മീൻസ് ഇതാണ്, ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു വ്യക്തിയാണ്, പക്ഷെ എന്നാൽ ഇപ്പോൾ മറ്റൊരു രാജ്യത്തിന്റെ അല്ലെങ്കിൽ ഒരു പൗരത്വം സ്വീകരിച്ചിരിക്കുന്നു അല്ലെ. അങ്ങനത്തെ ആൾക്കാരെയാണ് OCI എന്ന് പറയുന്നത്. അപ്പൊ ഇവരും ട്രേഡ് ചെയ്യാനായിട്ട് നമ്മുടെ മാർക്കറ്റിൽ വരാറുണ്ട് അല്ലെ. അപ്പൊ ഇവർക്ക് ഇന്ത്യൻ പൗരത്വം ഇല്ല, പക്ഷെ എന്താണ്, ഇന്ത്യയുമായിട്ടുള്ള ഒരു വംശപരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട് അല്ലെ. ഇന്ത്യൻ പൗരനല്ല, ഇപ്പൊ നിലവിൽ ഇന്ത്യൻ പൗരനല്ല, പക്ഷേ ബന്ധമുണ്ട്. അതാണ് OCI അല്ലെങ്കിൽ ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ രണ്ടും വ്യക്തമായിട്ടുണ്ടല്ലോ. അപ്പൊ നെക്സ്റ്റ് വരുന്നത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, അതുപോലെ തന്നെ ഡൊമസ്റ്റിക് അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ് അല്ലെ. ദേ ആർ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് ഇൻ ഇന്ത്യ അല്ലെ. കോർപ്പറേറ്റ് എൻറ്റിറ്റീസ് മീൻസ് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ബാങ്ക് അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ഫണ്ട്, ഹെഡ്ജ് ഫണ്ട് മുതലായിട്ടുള്ള കമ്പനീസ് ആണ് അല്ലെ. അവരൊരു വലിയ സ്ഥാപനമാണ്. അപ്പൊ അവരാണ് ഈ ഒരു വിപണിയിലേക്ക് നിയന്ത്രിക്കുന്നത് അല്ലെ. വലിയ തുകകൾ, അപ്പൊ നമ്മളെ ഇൻഡിവിജ്വൽ ഇൻവെസ്റ്റേഴ്സ് സ്വന്തം ലാഭത്തിനായിട്ട് ചെറിയ തുകയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ ഇവരെന്താണ്, വലിയ തുക നിക്ഷേപിച്ചിട്ട് അവർ വിപണിയെ എന്താണ് സ്വാധീനിക്കാനായിട്ട് അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു അല്ലെ. അപ്പൊ അങ്ങനത്തെയുള്ള സ്ഥാപനങ്ങളെയാണ് ഈ ഒരു അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. HDFC ഉണ്ട്, SBI, ICICI, അതുപോലെ തന്നെ നമുക്ക് LIC ഇസ് ദ ബിഗസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ഇന്ത്യ ഓൾസോ. അങ്ങനെ വിവിധ തരം ബാങ്കുകൾ അതുപോലെ തന്നെ കമ്പനീസ് ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളവരെയാണ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുക. അവർ ഇന്ത്യയിൽ തന്നെ ആയിരിക്കും വർക്ക് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്നാണ് പറയുക. ഓക്കെ, അപ്പൊ ഇവരും എന്താണ്, നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ട് പണം ഉണ്ടാക്കാനായിട്ട് സ്വാധീനിക്കുന്നുണ്ട് അല്ലെ. ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്താണെന്നുള്ളത് അപ്പൊ നമ്മൾ മനസ്സിലാക്കി. നെക്സ്റ്റ് വരുന്നത് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ആണ്. ദേ ആർ നോൺ ഇന്ത്യൻ കോർപ്പറേറ്റ് എൻറ്റിറ്റീസ്. ദിസ് കുഡ് ബി ഫോറിൻ അസറ്റ് മാനേജ്മെന്റ് കമ്പനീസ്, ഹെഡ്ജ് ഫണ്ട്സ് ആൻഡ് അതർ ഇൻവെസ്റ്റേഴ്സ്. സിമ്പിൾ ആണ്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഫോറിൻ മീൻസ് ഔട്ട്സൈഡ് അല്ലെ. ഇതുപോലെ പുറത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്, സ്വന്തം രാജ്യത്തല്ലാതെ വേറെ രാജ്യത്തുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് എൻറ്റിറ്റീസിനെയാണ് ഈ ഒരു ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുക.
എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വാൻഗാർഡ്, ഗോൾഡ്മാൻ സാക്സ് ഒക്കെ നമ്മുടെ ഇന്ത്യ വെച്ച് നോക്കുമ്പോൾ ഉള്ള എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഫോറിൻ ആയിട്ടുള്ള വാൻഗാർഡ് അതുപോലെ തന്നെ ഗോൾഡ്മാൻ സാക്സ് ഒക്കെ നമ്മുടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൽ വരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. ഇതാണ് നമുക്ക് മേജർ ആയിട്ട് വരുന്ന മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇതൊക്കെയാണ്. അപ്പോൾ ഇറസ്പെക്റ്റീവ് ഓഫ് ദ മാർക്കറ്റ് ഹു പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ മാർക്കറ്റ് അല്ലെ, അതായത് മാർക്കറ്റ് വരുന്ന അല്ലെങ്കിൽ കാറ്റഗറൈസ് ചെയ്ത് പറയുന്ന കാര്യമായില്ല. നമുക്ക് എല്ലാവരുടെയും എയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണം ഉണ്ടാക്കുക, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ടു മേക്ക് മണിയാണ്. ഓൾസോ വെൻ മണി ഈസ് ഇൻവോൾവ് ഹ്യൂമൻ ഇമോഷൻസ് സച്ച് എസ് ഗ്രീഡ് ആൻഡ് ഫിയർ റൺ ഹൈ അല്ലെ. പണത്തിന്റെ കാര്യമാകുമ്പോൾ എന്താണ്, ഹ്യൂമൻ ഇമോഷൻസ് സച്ച് എസ് ഗ്രീഡ് അല്ലെങ്കിൽ ആർത്തി അതുപോലെ തന്നെ ഭയം ഒക്കെ നല്ല രീതിയിൽ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് വൺ ക്യാൻ ഈസിലി ഫോൾ പ്രേ ടു ദിസ് ഇമോഷൻസ് ആൻഡ് ഗെറ്റ് ഇൻവോൾവ് ഇൻ അൺഫെയർ പ്രാക്ടീസസ് അല്ലെ. അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെയധികം നടക്കുന്ന ഒരു സ്ഥലമാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അതുപോലെ തന്നെ അപ്പോൾ ഇവരെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാളുണ്ട് അല്ലെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ അല്ലെങ്കിൽ നല്ല രീതിയിലാണോ ഈ ഒരു മാർക്കറ്റ് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇതിന്റെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ ദ റെഗുലേറ്റർ അല്ലെങ്കിൽ നിയന്ത്രിക്കുന്ന ഒരാളുണ്ട്. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ആളെ പറ്റിയിട്ടാണ് ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ദ റെഗുലേറ്റർ അല്ലെങ്കിൽ ദ സെബി ആണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിനെ കൺട്രോൾ ചെയ്യുന്നത് അല്ലെങ്കിൽ നിയന്ത്രിക്കുന്നത്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമ്മൾ സെബിയുടെ കാര്യങ്ങളായിരിക്കും പഠിക്കാനായിട്ട് പോവുക. അപ്പൊ ഇന്നത്തെ സെഷൻ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന് ഒരു ലൈക്ക് തരിക. വേറെ ഒന്നും നമുക്ക് കിട്ടാനായിട്ടില്ല. ഓക്കെ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ.